ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് രീതിയിൽ നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ റവ വെച്ചിട്ട് ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സാധാരണയായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ എന്ന് പറഞ്ഞാൽ പാല് വറ്റിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു രീതിയിലാണ് കേട്ടോ ഗുലാബ് ജാമുൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ. പാല് വറ്റിച്ചെടുക്കുന്നതിന് പകരമായിട്ടാണ് നമ്മളിവിടെ പാൽപ്പൊടി ഉപയോഗിക്കുന്നത്. ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആദ്യം തന്നെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക, ഓയിലൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാല് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കൂടിപ്പോവും. അപ്പോൾ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് കുഴച്ച് നോക്കുക. അപ്പോൾ ഇത് മതിയാവില്ല കേട്ടോ പാല്. വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് കുഴച്ചെടുക്കാം. ഇതൊന്ന് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിലായി കിട്ടിയാൽ മതി. പാല് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്ത് ഇതൊന്ന് സ്റ്റിക്കി ആവുന്ന പരുവത്തിലായി കിട്ടിയാൽ മതി. ഇത്രയും മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കയ്യിലെടുത്താൽ ഇത് ഷേപ്പാക്കാൻ പറ്റുന്നുണ്ട്. ഇനി കുറേശ്ശെ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ഉരുട്ടിയിട്ട് നല്ലൊരു ഷേപ്പാക്കി എടുക്കാം. ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളയാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. കഴിയുന്നതും ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി. പിന്നെ നമ്മളിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ വീർത്ത് വരും. പിന്നെ ഷുഗർ സിറപ്പിലിടുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വലിപ്പം വെച്ചിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള ബോളാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പം മുഴുവൻ മാവും ഇതുപോലെ ചെറിയൊരു ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം തന്നെ നമുക്ക് ഷുഗർ സിറപ്പും കൂടി റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഗുലാബ് ജാമുന് ഷുഗർ സിറപ്പ് കൂടുതലായിട്ട് കട്ടിയാവണ്ട കേട്ടോ. കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ ഷുഗർ സിറപ്പൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. അപ്പോൾ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ഈ ഒരു 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് കിട്ടിയാൽ മതി. അപ്പോൾ പാകമായിട്ട് വരും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഓവറായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഓവറായിട്ട് ഒരിക്കലും ചൂടാവരുത് കേട്ടോ. ഇപ്പോൾ എല്ലാ ബോൾസും ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ കളറായിട്ട് കിട്ടും. നമ്മൾ ഫുള്ളായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. ഫ്ലെയിം കൂടി കഴിഞ്ഞാൽ പിന്നെ പുറം ഭാഗമൊക്കെ ബ്രൗൺ കളറായിട്ട് ഉൾഭാഗം വേവാതെ വരും. അപ്പോൾ സാവധാനം വെച്ചിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് കളർ മാറിയതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. കോരിയെടുക്കുന്നത് വരെ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് വന്നോളും. ഇപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ചൂടാക്കണം കേട്ടോ. ഒന്ന് ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാൻ. എന്നാലേ നമ്മുടെ ഗുലാബ് ജാമുന് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി അടുത്ത ബാച്ച് റെഡിയാവുന്ന സമയം വരെ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇതിട്ട് വെക്കാം.
ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ആദ്യം ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചതൊക്കെ ഇതാ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെടുത്ത് മാറ്റിയിട്ട് അടുത്ത ബാച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെക്കുമ്പോഴാണ് ഗുലാബ് ജാമുന് നല്ല സോഫ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്